ഓക്കെ. ഫോർമാറ്റഡ് പ്രിന്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട ഇപ്പോൾ ഒരു നമ്പറോ ഇപ്പോൾ ഒരു ഡെസിമൽ നമ്പറോ ഇൻറ്റിജറോ ഡെസിമൽ നമ്പറോ ഒക്കെ നമുക്ക് റൗണ്ട് ചെയ്ത് പ്രിന്റ് ചെയ്യാം. ഇത്ര ഡെസിമൽ പ്ലേസിലേക്ക് റൗണ്ട് ചെയ്ത് പ്രിന്റ് ചെയ്യാം. അങ്ങനെ പ്രിന്റ് ചെയ്യുന്നതിനെയാണ് ഫോർമാറ്റഡ് പ്രിന്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട ഫോർമാറ്റിൽ അതിനെ പ്രിന്റ് ചെയ്യിക്കാൻ പറ്റും. ഒരു നമ്പറിനെയോ ഇപ്പോൾ ഡെസിമൽ പ്ലേസസ് ഇത്ര 3 ഡെസിമൽ പ്ലേസസ് മാത്രം മതി. അല്ലെങ്കിൽ നമ്മൾ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വെച്ചിട്ട് എക്സ്പോണൻഷ്യൽ ആയിട്ട് എഴുതുമല്ലോ. ഇപ്പോൾ 3.14 ഇൻറ്റു 10⁻⁴ ഒരു നമ്പർ ഇൻറ്റു 10⁻⁴ എന്ന് എഴുതും. അങ്ങനെ ആ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വെച്ച് എഴുതുന്ന ആ ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ എഴുതുന്നതിനെയാണ് ഫോർമാറ്റഡ് പ്രിന്റിംഗ് എന്ന് പറയുക. അപ്പോൾ അതിനൊരു നമുക്ക് ബേസിക്കലി 3 രീതിയിലാണ് വരുന്നത്. ഒന്ന് ഇൻറ്റിജർ ആയിട്ട് പ്രിന്റ് ചെയ്യാം. രണ്ടാമത് ഒരു ഡെസിമൽ പ്ലേസസ് വരുന്ന രീതിയിൽ പ്രിന്റ് ചെയ്യുക. പക്ഷേ എത്ര ഡെസിമൽ പ്ലേസസ് വേണമെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അത്ര ഡെസിമൽ പ്ലേസസ് മാത്രം പ്രിന്റ് ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തെ ഒരു രീതി ഒരു ഡെസിമൽ ഇൻറ്റു 10⁻⁴ ആ ഫോർമാറ്റിൽ, അതായത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വെച്ചിട്ട് എഴുതുന്ന, നമ്മൾ +1 പഠിച്ച പോലെ എഴുതുന്ന ആ ഫോർമാറ്റ്. അപ്പോൾ ആ 3 പറയുന്നത്. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് പൈയുടെ വാല്യൂ. കുറേ ഡെസിമൽ പ്ലേസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3.141592 ഇത് പൈയുടെ വാല്യൂ ആണ്. അപ്പോൾ അതിനെ നമുക്ക് അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് മാത്രം മതി. ഇപ്പോൾ നമ്മളൊരു കാൽക്കുലേഷൻ ചെയ്തിട്ട് ഒരു റിസൾട്ട് കിട്ടി. ആ റിസൾട്ട് അതുപോലെ പ്രിന്റ് ചെയ്യേണ്ട, നമുക്ക് അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് മാത്രം പ്രിന്റ് ചെയ്ത് കാണിച്ചാൽ മതിയെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പ്രിന്റ് ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിൽ എന്താണ് നമ്മൾ പ്രിന്റ് ചെയ്യേണ്ടതെന്ന് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ സാധാരണ കൊടുത്തിരുന്നത് ഇങ്ങനെയാണ്: ദ ഫോർമാറ്റഡ് വാല്യൂ ഓഫ് പൈ ഈസ് എന്ന് കൊടുത്തിട്ട് ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യും, എന്നിട്ട് പൈയുടെ വാല്യൂ. അതിന് പകരം ഇവിടെ കൊടുക്കുന്നത്, എവിടെയാണോ പൈയുടെ വാല്യൂ പ്രിന്റ് ആവേണ്ടത് അവിടെ നമ്മൾ %d എന്ന് എഴുതുന്നു. അത് ഇൻവെർട്ടഡ് കോമയ്ക്ക് ഉള്ളിൽ %d എന്ന് എഴുതുന്നു, എവിടെയാണോ പൈയുടെ വാല്യൂ പ്രിന്റ് ആവേണ്ടത് അവിടെ. എന്നിട്ട് ഇൻവെർട്ടഡ് കോമയ്ക്ക് വെളിയിൽ ഒരു % സിമ്പിൾ ഇട്ടിട്ട് ബ്രാക്കറ്റിനുള്ളിൽ ഈ %d എന്ന് എഴുതിയെടുത്ത് ഏത് വാല്യൂ ആണോ പ്രിന്റ് ആവേണ്ടത് ആ വാല്യൂ അവിടെ എഴുതുന്നു. ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും: ദ ഫോർമാറ്റഡ് വാല്യൂ ഓഫ് പൈ ഈസ് 3. ഈ %d എന്ന് എഴുതിയെടുത്താണ് ഈ 3 എന്ന വാല്യൂ പ്രിന്റ് ആയിരിക്കുന്നത്. ദ ഫോർമാറ്റഡ് വാല്യൂ ഓഫ് പൈ ഈസ് %d എഴുതിയെടുത്ത് പൈയുടെ ഇൻറ്റിജർ പാർട്ട് മാത്രം, പൈ എന്ന വാല്യൂവിൻ്റെ ഇൻറ്റിജർ പാർട്ട് മാത്രം പ്രിന്റായി. എന്ന് പ്രിന്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു ഇൻറ്റിജർ പാർട്ട് മാത്രം പ്രിന്റ് ചെയ്യുന്നത്. എവിടെയാണോ പ്രിന്റ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ %d എന്ന് എഴുതുക. അത് ഇൻവെർട്ടഡ് കോമയ്ക്ക് ഉള്ളിലായിരിക്കണം. ഇൻവെർട്ടഡ് കോമയ്ക്ക് പുറത്ത് നമ്മൾ ഒരു % സിമ്പിൾ ഇട്ടിട്ട് ബ്രാക്കറ്റിനുള്ളിൽ ഏത് വാല്യൂവിൻ്റെ ആണോ ഇൻറ്റിജർ പാർട്ട് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് ആ വാല്യൂവിൻ്റെ വേരിയബിൾ നെയിം എഴുതുക. അങ്ങനെയാണ് ഫോർമാറ്റഡ് പ്രിന്റിംഗ് ചെയ്യുന്നത്, ഇൻറ്റിജർ വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ. ഇത് തന്നെ നമുക്കൊരു ഡെസിമൽ പ്ലേസ് റൗണ്ട് ചെയ്ത് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് എഴുതുന്നത്. ഈ %dക്ക് പകരം %6.2f എന്ന് എഴുതും. ഡിക്ക് വരെ എഫ് എഴുതും. ഇവിടെ ഒരു നമ്പർ കൊടുക്കും, 6.2, ഒരു ഡെസിമൽ ഉള്ള ഒരു നമ്പർ കൊടുക്കും, 6.2. എന്നിട്ട് ഇൻവെർട്ടഡ് കോമയ്ക്ക് പുറത്ത് % എന്ന് കൊടുക്കും. ഏത് നമ്പറിനാണോ റൗണ്ട് ചെയ്ത് എഴുതേണ്ടത് അത് കൊടുക്കും. ഇനി 6.2 എന്താണെന്നാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത് ഈ ഫിഗറിൽ. 6.2 എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 6 ബിറ്റ് പ്രിന്റ് ആവും. 6 ബിറ്റ് പ്രിന്റ് ആകും. അതിൽ ഈ ഡെസിമൽ പ്ലേസും കൂടി ഇൻക്ലൂഡഡ് ആണ്, ഈ ഡെസിമൽ പോയിന്റ് കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഈ 6.2ലെ ഈ ലാസ്റ്റ് 2 മീൻ ചെയ്യുന്നത് എത്ര ഡെസിമൽ പ്ലേസ് പ്രിന്റ് ചെയ്യണമെന്നാണ്. ഇവിടെ 2 ആണ്. 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡെസിമൽ പ്ലേസ്. 2 ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് 2 ബിറ്റ് കൂടെ പ്രിന്റ് ആവും. ഇപ്പൊ ടോട്ടൽ ഈ 6 എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ 6 ബിറ്റ്സ് മാക്സിമം പ്രിന്റ് ആവും. അതിൽ ഈ ഡെസിമൽ പോയിന്റ് ഇൻക്ലൂഡഡ് ആണ്. 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്
ഈ ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര ബിറ്റ് പ്രിന്റ് ആവണം അതാണ്. അപ്പോൾ 6.2 എഫ് എന്ന് എഴുതി കഴിഞ്ഞാൽ ടോട്ടൽ 6 ഉണ്ടാവും, മാക്സിമം 6 ഉണ്ടാവും. അതിൽ ഡെസിമൽ പ്ലേസിന് ശേഷം 2 ഉണ്ടാവും. പിന്നെ എഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഫ്ലോട്ടായിട്ട് പ്രിന്റ് ആകാൻ വേണ്ടിയാണ്. പെർസെൻറ്റേജ് ഡി ആണെങ്കിൽ ഇൻഡിജർ ആയിരിക്കും. ഇങ്ങനെയാണ് എൻ്റെ ഫോർമാറ്റ്. ഇത് റൺ ചെയ്തപ്പോൾ പൈയുടെ വാല്യൂ 2 ഡെസിമൽ പ്ലേസിലേക്ക് റൗണ്ട് ചെയ്ത് പ്രിന്റ് ആയി. ഇങ്ങനെയാണ് ഡെസിമൽ പ്ലേസ് വെച്ച് പ്രിന്റ് ആവുന്നത്. ഇനി ഒരു എക്സ്പോണൻഷ്യൽ ഫോർമാറ്റിൽ പ്രിന്റ് ആവണമെങ്കിൽ ഇങ്ങനെയാണ് എഴുതുന്നത്. ദ ഫോർമാറ്റഡ് വാല്യൂ ഓഫ് പൈ പെർസെൻറ്റേജ് ഒരു 10.2 എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് സ്മോൾ ലെറ്റർ ഇ എന്നാണെങ്കിൽ ഇത് എക്സ്പോണൻഷ്യൽ ആയിട്ട് പ്രിന്റ് ചെയ്യും. പ്രിന്റ് ആവുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് 3.14 ഇ പ്ലസ് 00. ഇതിനർത്ഥം ഇ കഴിഞ്ഞിട്ട് എന്തെഴുതുന്നോ അതാണ് 10ന്റെ പവർ. അപ്പോൾ ഇത് ശരിക്കും വായിക്കേണ്ടത് എങ്ങനെയാണ്? 3.14 ഇൻറ്റു 10⁻0. 10⁻00. അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വെച്ച് എഴുതുമ്പോൾ ഒരു നമ്പർ ഇൻറ്റു എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടോ ആ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഡെസിമൽ പോയിന്റിന് ശേഷം എഴുതുന്നു. എന്നിട്ട് 10⁻⁴ പവർ എത്രയാണോ അത് എഴുതുന്നു. ആ ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണിത്. അപ്പോൾ ഇവിടെ മാക്സിമം 10 ഇൻഡിജർ പ്ലേസസ് ഉണ്ടാവും. 10 പ്ലേസസ് ഉണ്ടാവും മൊത്തത്തിൽ ഡെസിമൽ പോയിന്റോട് കൂട്ടി. പക്ഷെ 2 ഡെസിമൽ പോയിന്റിന് ശേഷം 2 വാല്യൂസ് ഉണ്ടാവുള്ളൂ. ഇവിടെ 3.14 എന്ന് എഴുതിയിരിക്കുന്ന പോലെ. എന്നിട്ട് അതിൻ്റെ ആ നമ്പറിന്റെ പവർ എത്രയാണെന്നും കൂടി പ്രിന്റ് ചെയ്യും. പവർ ഇവിടെ 0 ആണ്. ഇപ്പൊ ഇവിടെ 10.5 എന്നാണെങ്കിൽ എന്ത് വരുമായിരിക്കും? അപ്പോൾ 5 ഡെസിമൽ പോയിന്റിന് ശേഷം 5 വാല്യൂസ് പ്രിന്റ് ആയി. 14159. പവർ 0 തന്നെയാണ്. ഇനി വേറൊരു നമ്പർ എടുത്ത് ഇതേ കാര്യം തന്നെ പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. ആ പവർ മാറി കിട്ടാൻ വേണ്ടിയാണ്. ഇവിടെ 00 ആണ്. പവർ മാറി കിട്ടാൻ വേണ്ടി വേറൊരു നമ്പർ എടുത്തിരിക്കുന്നു. n = 0.00123. അതിനെ ഫോർമാറ്റ് ചെയ്തിരിക്കുകയാണ്. 2 ഡെസിമൽ പ്ലേസിലേക്ക് ഫോർമാറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 1.23 ഇൻറ്റു 10⁻³ എന്ന് കിട്ടി. ഇപ്പൊ ഇവിടെ 1 ആണ് കൊടുത്തിരുന്നെങ്കിലോ 10.1 എന്നാണെങ്കിൽ എന്ത് കിട്ടിയാണ്? ഡെസിമൽ പ്ലേസിന് ശേഷം ഒരു വാല്യൂ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ 1.2 എന്ന് മാത്രമേ കിട്ടുള്ളൂ. 3 റൗണ്ട് ചെയ്ത് കളയും. 1.2 എന്ന് മാത്രം കിട്ടും. അപ്പോൾ ഇതിനെയാണ് ഫോർമാറ്റഡ് പ്രിന്റിംഗ് എന്ന് പറയുക. നമുക്ക് എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വാല്യൂ കിട്ടുന്നെന്ന് വിചാരിക്കുക. ആ വാല്യൂവിനെ നമുക്ക് വേണ്ട രീതിയിൽ റൗണ്ട് ചെയ്ത് പ്രിന്റ് ചെയ്യുന്നതിനെയാണ് ഫോർമാറ്റഡ് പ്രിന്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യുന്നതിനാണ് ഫോർമാറ്റഡ് പ്രിന്റിംഗ് എന്ന് പറയുക. മെയിനായിട്ട് നമുക്ക് 3 രീതിയിലാണ് വേണ്ടത്. ഒന്ന് ഇൻഡിജർ. ഇപ്പോൾ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇൻഡിജർ ആയിട്ട് അതിനെ ഇൻഡിജർ പാർട്ട് മാത്രം പ്രിന്റ് ചെയ്യുന്നു. രണ്ടാമത്തെ കേസിൽ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇത്ര ഡെസിമൽ പ്ലേസിലേക്ക് റൗണ്ട് ചെയ്ത് പ്രിന്റ് ചെയ്യുന്നു. മൂന്നാമത്തെ കേസിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വെച്ചിട്ട് 10⁻⁴ ഒരു പവർ ആ ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യുന്നു. ഇതിനെയാണ് ഫോർമാറ്റഡ് പ്രിന്റിംഗ് എന്ന് പറയുക. നേരത്തെ ഒരു എക്സാമ്പിൾ ചെയ്തപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റിസൾട്ട് കിട്ടിയപ്പോൾ നമുക്ക് 0യ്ക്ക് പകരം ഒരു നമ്പർ ഇൻറ്റു 10⁻⁻17 എന്ന് കിട്ടിയിരുന്നു. അതിനെ 2 ഡെസിമൽ പ്ലേസിലേക്കൊക്കെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? അത് 0 ആവും. അങ്ങനെ റൗണ്ട് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതില് 6 എന്നുള്ള നമ്പറിന് പകരം 1, 2 കൊടുക്കാൻ പറ്റുമോ? ഏതാ? രണ്ടാമത്തെ കേസോ? 6.2 എഫിന്റെ കേസാണോ? 6.2 എഫിന്റെ കേസ്. ഇവിടെ 1 കൊടുത്താലും ഒരു വ്യത്യാസം വരില്ല. അതായത് ടോട്ടൽ ഇതിന് മുമ്പ് എത്ര ഇതുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ
1 കൊടുത്താൽ ഇവിടെ വ്യത്യാസം വരുന്നില്ല. ഇപ്പൊ 0 കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ ഇവിടെ. ഇത് ശരിക്കും ഇവിടെ 1 കൊടുത്താലും ടോട്ടൽ 1 ഇതേ കാണിക്കാവുള്ളൂ. ഇവിടെ ടോട്ടൽ 6ന് പകരം 1 കാണിക്കാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ് അങ്ങനെ വരുന്നത് അറിയില്ല. ഇവിടെ ഏത് നമ്പർ കൊടുത്താലും ഇപ്പോ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇത് ഇവിടെ ഇപ്പൊ 6 ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പറിന്റെ ഈ നമ്പർ ആദ്യം ഇതെങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇത് കൃത്യമായിട്ട് എങ്ങനെ ആദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് പറയാം. ഇപ്പൊ ഇവിടെ 6.0 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ആദ്യം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഡെസിമൽ പോയിന്റ് ഇവിടെ ഇടും. ഡെസിമൽ പോയിന്റിന് ശേഷം ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ ഇവിടെ ഇപ്പൊ 0 ആണ്, അത്രയും ഡെസിമൽ പ്ലേസ് എഴുതും. ഇവിടെ 3ക്ക് ശേഷം എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? ഇപ്പൊ 0 ആണ്, അപ്പൊ ഒരു ഡെസിമൽ പ്ലേസ് എഴുതത്തില്ല. എന്നിട്ട് ബാക്കി 6 അല്ലേ, ബാക്കി 6 ആണ്. അപ്പോൾ ബാക്കി 6 എന്ത് ചെയ്യും? അത് ഡെസിമൽ പ്ലേസിന് വേണ്ടി ഒരെണ്ണം മാറ്റി വെക്കും. ബാക്കി എന്ത് ചെയ്യും? 00003 എന്ന് എഴുതും. ആ 00 എഴുതുന്ന ഇവിടെ പ്രിന്റ് ആവുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ 00003 എന്ന് എഴുതും. അങ്ങനെയാണ് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സിക്യൂട്ട് ആവുക. ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് 2 ഡെസിമൽ പ്ലേസ് ഇവിടെ ഇതിനു വേണ്ടി മാറ്റി വെക്കും. ഈ 6ൽ നിന്ന് 2 എണ്ണം മാറ്റി വെച്ചിട്ട് അത് ഡെസിമൽ പ്ലേസിന് ശേഷം പ്രിന്റ് ആവും. ബാക്കിയുള്ളത് പിന്നെ 4 ആണ്. ആ 4 എണ്ണം ഇവിടെ എടുക്കും. 000 പിന്നെ 3. അങ്ങനെയാണ് ഇത് പ്രിന്റ് ആവുക ശരിക്കും. ടോട്ടൽ 6 പ്രിന്റ് ആവും. അതിൽ ആദ്യം ചെയ്യുക ഈ 2 പ്ലേസസ് ഡെസിമൽ പ്ലേസിന് ശേഷം മാറ്റി വെക്കും. ബാക്കി 4 ഉണ്ട്. 4 ആ ഇൻഡിവിജ്വൽ പാർട്ടിന് വേണ്ടി എടുക്കും. 4ൽ നിന്ന് 1 ഈ ഡെസിമൽ പോയിന്റിന് വേണ്ടി എടുക്കും. ബാക്കി 3 ഉണ്ട്. 3 ഇൻഡിവിജ്വൽ പാർട്ടിന് വേണ്ടി എടുക്കും. അപ്പൊ ഇവിടെ 003 എന്നായിരിക്കും വരിക. 003. ആ 00 ഇവിടെ പ്രിന്റ് ആവുന്നില്ലെന്നേ ഉള്ളൂ. ഇവിടെ അല്ല മാഷേ, അപ്പൊ ആ ഡെസിമൽ പോയിന്റിന് സ്ഥലമൊന്നും കൊടുക്കണ്ടേ? ഡെസിമൽ പോയിന്റിന് ഒരെണ്ണം എടുക്കുന്നുണ്ട്. ഇത് ഓർഡറിൽ പ്രിന്റ് ആവുമ്പോൾ ഇങ്ങനെയാണ്. ആദ്യം ഈ 2 എന്നുള്ളത് ഡെസിമൽ പ്ലേസിന് ശേഷം എത്ര പ്ലേസസ് പ്രിന്റ് ആവുന്നു ഉള്ളത് എടുക്കും. പിന്നെ ഈ ഡെസിമൽ പോയിന്റിന് വേണ്ടി ഒരു ബൈറ്റ് മാറ്റി വെക്കും. ബാക്കിയുള്ളത് ഇവിടെ ഈ കേസിൽ 2ഉം ഡെസിമൽ പോയിന്റിന് ഒന്നാകുമ്പോൾ 3, ബാക്കി 3 എണ്ണം ഉണ്ട്. അപ്പോൾ 003 എന്നാവും. ഇവിടെ ഞാൻ 6ന് പകരം 2 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇത് സംഭവിക്കേണ്ടത് ഇങ്ങനെയാണ്. 2 ഈ 2 ഡെസിമൽ പ്ലേസിനും പിന്നെ പോയിന്റ് ഈ ഡെസിമൽ പ്ലേസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി 1ഉം പിന്നെ ബാക്കി 1ഉം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഇൻഡിജർ പാർട്ട് പ്രിന്റ് ആകാതിരിക്കേണ്ടതാണ്. പക്ഷെ ഈ കേസിൽ പ്രിന്റ് ആവുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അത് ഈ ചിലപ്പോൾ ഈ ഫോർമാറ്റിന്റെ പ്രശ്നമായിരിക്കും. ഈ ജൂപ്പിറ്ററിൽ പ്രിന്റ് ആവുമ്പോൾ അങ്ങനെ വരുന്നതായിരിക്കും. നമുക്ക് വേറൊരു ID ചെയ്യുമ്പോൾ അത് 0 ആയിട്ടാണ് റൗണ്ട് ആവേണ്ടത്. ഈ താഴത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ 2 എന്നുള്ളത് ഡെസിമൽ പ്ലേസിന് വേണ്ടി മാറ്റി വെക്കും. പിന്നെ ഒരു പോയിന്റ് ഈ ഡെസിമൽ പ്ലേസ് പ്രിന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഒരു ബൈറ്റ് മാറ്റി വെക്കും. ബാക്കി എത്ര ഉണ്ടാവും? 2 + 1 മാറ്റി കഴിഞ്ഞാൽ 3 പ്ലേസസ് ഇൻഡിജർ പാർട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കും. ഇപ്പൊ ഇവിടെ ഞാൻ ഒരു 10 കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? 2 പ്ലേസസ് ഡെസിമൽ പ്ലേസിന് ശേഷം പ്രിന്റ് ചെയ്യാൻ വേണ്ടി 2 എണ്ണം മാറ്റി വെക്കും.
ഈ ഡെസിമൽ പോയിന്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം മാറ്റിയേക്കും. അപ്പോൾ 3. ബാക്കി 7 ഉണ്ട്. 7 ഉള്ളതിൽ 6 സീറോസും പിന്നെ ഒരു 3യും ആയിരിക്കും പ്രിന്റ് ആവുക. അപ്പോൾ ഇത് പ്രിന്റ് ആകുമ്പോൾ ഈ ടോട്ടൽ നമ്പർ എന്ത് ചെയ്യും? കുറച്ചുകൂടെ റൈറ്റിലേക്ക് മാറും. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ടാവും. സ്പേസ് ആ 0യ്ക്ക് വേണ്ടി ഉള്ളതാണ്. പക്ഷെ 0 പ്രിന്റ് ആവില്ല എന്നേ ഉള്ളൂ. കണ്ടോ, ഇവിടെ ഒരു സ്പേസ് വന്നില്ലേ? ഈ സ്പേസ് എന്ന് പറയുന്നത് അത്ര സീറോസ് ഇവിടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷെ സീറോസ് പ്രിന്റ് ആവുന്നില്ല എന്നേ ഉള്ളൂ. ഇവിടെ ഞാൻ ഒരു 25 കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സീറോസ് ഇവിടെ വരും, പക്ഷെ അത് പ്രിന്റ് ആവില്ല. സാറേ ഈ പൈന്റെ വാല്യൂ മേലെ എങ്ങനെ എഴുതിക്കണോ പ്രോഗ്രാം ചെയ്യുമ്പോൾ? അത് പൈന്റെ വാല്യൂ ഞാൻ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. പൈ ഈക്വൽ ടു എന്ന് വെച്ചിട്ട് ഒരു വാല്യൂ ഞാൻ കൊടുത്തിരിക്കുകയാണ് വെറുതെ. പ്രോഗ്രാം ചെയ്യുമ്പോൾ വേണോ? അത് വേണ്ട. അല്ല, ഇപ്പൊ ഇവിടെ നമുക്ക് പ്രിന്റ് ആവേണ്ടത് പൈയുടെ വാല്യൂ ആയതുകൊണ്ട് ഞാൻ പൈയുടെ വാല്യൂ ആദ്യം കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിപ്പോ എക്സാമ്പിൾ ഇങ്ങനെ ആക്കാം. ഒരു നമ്പർ എക്സ് ഈക്വൽ ടു 123.4567 ഇങ്ങനെ ആക്കിയിട്ട് ഇതൊരു നമ്പർ ഞാൻ ഡിഫൈൻ ചെയ്തു. ആ നമ്പർ റൗണ്ട് ചെയ്ത് പ്രിന്റ് ചെയ്യണമെങ്കിൽ പൈയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? എക്സ് എന്ന് കൊടുക്കണം. എക്സ് എന്ന് കൊടുത്ത് റൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ ഇന്റിജർ പാർട്ട് മാത്രം പ്രിന്റ് ആവും. ഏത് നമ്പറിന്റെ ആണോ ഇന്റിജർ പാർട്ട് പ്രിന്റ് ആവേണ്ടത് അത് ഇവിടെ എഴുതണം. ആ നമ്പർ നേരത്തെ ഡിഫൈൻ ചെയ്യണമല്ലോ. അതിനുവേണ്ടിയാണ് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പൈയുടെ വാല്യൂ എടുത്തതേ ഉള്ളൂ. പൈ ആകുമ്പോൾ ഒരു കുറെ ഡെസിമൽ പോയിന്റിന് ശേഷം കുറെ നമ്പേഴ്സ് ഉള്ള ഒരു സംഖ്യ ആയതുകൊണ്ട് ഞാൻ വെറുതെ ഒരു എക്സാമ്പിളിന് എടുത്തതേ ഉള്ളൂ. ഈ ഡെസിമൽ പ്ലേസ് പ്രിന്റ് ചെയ്യുന്നതിൽ ഒരു ഡൗട്ട് ഉള്ളത്, ഇവിടെ ടോട്ടൽ ഇന്റീജർ വാല്യൂ എന്തായാലും പ്രിന്റ് ആവുന്നുണ്ട്. പക്ഷെ അങ്ങനെ പ്രിന്റ് ആവേണ്ടതല്ല. ടോട്ടൽ ഈ ഫിഗറിൽ കാണിച്ച പോലെയാണെങ്കിൽ ആദ്യം ഡെസിമൽ പ്ലേസിന് വേണ്ടി എത്രയാണോ ഇപ്പൊ ഇവിടെ 2 കൊടുത്തിരിക്കുന്നത് അത്രയും പ്ലേസസ് മാറ്റി വെക്കും. പിന്നെ ഡെസിമൽ പോയിന്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റ് മാറ്റി വെക്കും. ബാക്കിയുള്ളത് മാത്രമേ ഇന്റീജർ ആയിട്ട് പ്രിന്റ് ആവുള്ളൂ. അത് പക്ഷെ ഇവിടെ ഇതിൽ റൺ ആവുന്നില്ല. റൺ ആവുമ്പോൾ ഇന്റീജർ പാർട്ട് അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഡെസിമൽ ഇവിടെ എത്രയാണോ കൊടുത്തത് അങ്ങനെയാണ് പ്രിന്റ് ആവുന്നത്. അത് ഞാൻ നോക്കിയിട്ട് പറയാം. വേറെ ഏതെങ്കിലും ഐഡിയിൽ ഡിഫറെന്റ് ആയിട്ടാണോ വരുന്നതോ ജൂപ്പിറ്ററിൽ മാത്രമുള്ള പ്രശ്നമാണോ അത് ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? 1.2f കൊടുത്ത എങ്ങനെയാ പ്രിന്റ് ആവുക? ഇവിടെയോ? അതാണ് 2 എന്നുള്ളത് ഈ ഡെസിമൽ പോയിന്റിന് ശേഷം എത്രയാണ് പ്രിന്റ് ആവേണ്ടത് അതാണ് 2 എന്നുള്ളത്. ഇപ്പൊ ഡെസിമൽ പോയിന്റിന് ശേഷം 2 വാല്യൂസ് പ്രിന്റ് ആയി, 2 ബിറ്റ്സ് പ്രിന്റ് ആയി, 1ഉം 4ഉം പ്രിന്റ് ആയി. ബാക്കി ശരിക്കും ഇല്ല. ബാക്കിയുള്ളത് ഈ ഡെസിമൽ പോയിന്റിനോട് എടുത്തു കഴിഞ്ഞാൽ 3, പക്ഷെ ഇവിടെ ടോട്ടൽ 1 കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഇന്റിജർ പാർട്ട് അതുപോലെ പ്രിന്റ് ആവുന്നുണ്ട്. അതാണിപ്പോൾ ഒരു ഡൗട്ട് ഉള്ളത്. അത് ഞാൻ ഇതിൽ മാത്രമാണോ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് അതോ വേറെ ഐഡിയിൽ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. അത് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. നമുക്ക് ബാക്കിയൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്ക് മൊഡ്യൂൾസ് ആണ്. മൊഡ്യൂൾസ് ഇത്
ഇത് ഞാൻ വേറൊരു ലിങ്ക് അയച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ അരമണിക്കൂറായി.